പുരാതന ഈജിപ്റ്റ് മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്ന് ഉറച്ച വിശ്വാസം പുലർത്തിയ ഒരു മഹത്തായ സംസ്കാരം. ആ വിശ്വാസത്തിന്റെ ഏറ്റവും അത്ഭുതകരമായ തെളിവാണ് മമ്മിഫിക്കേഷൻ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഏൻഷ്യന്റ് ഈജിപ്തിൽ ഫറവോന്മാർ മരണപ്പെട്ടാൽ അവരുടെ ശരീരം സാധാരണ രീതിയിൽ അടക്കം ചെയ്തിരുന്നില്ല. കാരണം അവർ വിശ്വസിച്ചിരുന്നത് ആത്മാവ് വീണ്ടും ശരീരത്തിലേക്ക് മടങ്ങി വരുമെന്നാണ്. അതിനാൽ ശരീരം സംരക്ഷിക്കണം എന്നത് അത്യാവശ്യമായി കരുതപ്പെട്ടു. മമ്മിഫിക്കേഷൻ പ്രക്രിയ ഏകദേശം 70 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതായിരുന്നു. ആദ്യം ശരീരത്തിനുള്ളിലെ പ്രധാന അവയവങ്ങൾ നീക്കം ചെയ്യുമായിരുന്നു. കരൾ, കുടൽ, ശ്വാസകോശം ഇവയെല്ലാം പ്രത്യേകം സംരക്ഷിച്ച് കാനോപിക് ജാറുകളിൽ സൂക്ഷിച്ചു. പക്ഷേ ഹൃദയം മാത്രം ശരീരത്തിനുള്ളിൽ തന്നെ സൂക്ഷിച്ചു. കാരണം ഹൃദയം ബുദ്ധിയുടെയും ആത്മാവിന്റെയും കേന്ദ്രമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അടുത്ത ഘട്ടത്തിൽ ശരീരം ഉണക്കുന്നതിന് നാട്രോൺ എന്ന പ്രകൃതിദത്ത ലവണ മിശ്രിതം ഉപയോഗിച്ച് ശരീരം മുഴുവൻ മൂടി ഏകദേശം 40 ദിവസം വറ്റിച്ച് ഇതുവഴി ശരീരത്തിൽ നിന്നുള്ള എല്ലാ ഈർപ്പവും നീക്കം ചെയ്യും. അതിനുശേഷം ശരീരം സുഗന്ധ എണ്ണകളും രാസവസ്തുക്കളും ഉപയോഗിച്ച് ശുദ്ധീകരിക്കും. തുടർന്ന് 100 കണക്കിന് മീറ്റർ നീളമുള്ള ലിനൻ തുണി ഉപയോഗിച്ച് സൂക്ഷ്മമായി പൊതിഞ്ഞ് ഓരോ പൊതിയലിനുമിടയിൽ ആംലേറ്റുകളും മന്ത്രവചനങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനുശേഷം മമ്മിയെ അലങ്കരിച്ച ശവപ്പെട്ടിയിൽ വെച്ച് പലപ്പോഴും സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും കൂടി അടക്കം ചെയ്യും. കാരണം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഇവ ആവശ്യമായിരിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. ഏറ്റവും പ്രശസ്തമായ മമ്മി ആരുടേതാണെന്ന് അറിയാമോ? അത് ടൂട്ടൻഖാമൂൺ എന്ന ബാലഫറവയുടേതാണ്. 1922 ഹൊവാർഡ് കാർട്ടർ അദ്ദേഹത്തിന്റെ ശവകുടീരം കണ്ടെത്തിയപ്പോൾ ലോകം മുഴുവൻ അതിശയിച്ചു. മമ്മിഫിക്കേഷൻ ഒരു ശവസംസ്കാര രീതിയല്ല, അത് പുരാതന ഈജിപ്ഷ്യന്മാരുടെ ആത്മാവിനെയും അമരത്വത്തെയും കുറിച്ചുള്ള ദൃഢമായ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. മരണത്തെ അവർ ഒരു അവസാനമായല്ല കണ്ടത്, പകരം അത് മറ്റൊരു ജീവിതത്തിലേക്കുള്ള വാതിലായിരുന്നു. ഇതാണ് പുരാതന ഈജിപ്തിന്റെ മമ്മിയുടെ രഹസ്യം.